ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ടുകൾ നൽകേണ്ടതിന്റെ കാരണഭൂതമായ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ഇവിടെ സംസാരിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനം അടുത്ത മാസം 9-ാം തീയതി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വഴിമാറ്റത്തിന് ദിശാബോധം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറണം. നിരവധി തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. പ്രിയപ്പെട്ട ശ്രീ ജോയി സാർ അടക്കം അവരെല്ലാവരും ഏത് തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പക്ഷേ അവിടെയെല്ലാം സംസാരത്തിന്റെ ഭാഗമായുള്ള ഒരു പദപ്രയോഗം എന്നുള്ള നിലയിലാണ് ഞാൻ അതിനെ കാണുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആ പ്രയോഗിക്കുന്ന വാക്കുകൾ അന്വർത്ഥമാകുന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് വലിയ പ്രസക്തി ഉള്ളതാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് കേരളത്തിന്റെ ഭാവിയെ സംബന്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കോമ്രേഡ് വിജയൻ നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് ഗതകാലങ്ങളിൽ നമ്മൾ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതുമായ ഗവൺമെന്റുകളിൽ നിന്നും വ്യത്യസ്തമായി സർവോന്മുഖമായ നാശം ഈ സംസ്ഥാനത്ത് വരുത്തിവെക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിന് തിരികൊളുത്തി മുന്നോട്ട് പോയ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിൽ ഈ മേഖല ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്ന് ജനപ്രതിനിധിയായിരിക്കുന്ന വ്യക്തി മന്ത്രി കൂടിയായി എന്നുള്ളത് അപമാനകരമായ കാര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സംസ്ഥാനത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ 57 മുതൽ ഇന്ന് വരെയുള്ള രാഷ്ട്രീയ ചിത്രം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് കേരളം ഭരിച്ചിട്ടുണ്ടോ അന്നെല്ലാം നമ്മുടെ സാമ്പത്തികമായും വ്യവസായികമായും വിദ്യാഭ്യാസപരമായും എല്ലാം ദശാബ്ദങ്ങൾ പിന്നോട്ടടിക്കുന്ന നയങ്ങളും സമീപനങ്ങളുമാണ് സ്വീകരിച്ചു വരുന്നത് എന്നുള്ളൊരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ഗവൺമെന്റ് വിത്തെടുത്ത് കുത്തിക്കഴിക്കുന്ന ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 6 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന് കടബാധ്യതയായുള്ളത്. എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളടക്കം പിറന്ന് വീഴാനിരിക്കുന്ന ഒരു കുഞ്ഞിന് 1.5 ലക്ഷം രൂപ കടബാധ്യതയിലേക്കാണ് കൊണ്ടെത്തിയിരിക്കുന്നത്. സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി കടമെടുക്കാറുണ്ട്. ആ കടത്തിന്റെ എല്ലാ സീമകൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളത് കൊണ്ട്, പ്രഖ്യാപിതമായ നിയമങ്ങളെ ലംഘിച്ചു എന്നുള്ളത് കൊണ്ട് ഈ ഗവൺമെന്റ് കടമെടുക്കുവാൻ പോലും കഴിയാത്ത ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തി. അവിടെയും ഇടതുപക്ഷം മറ്റൊരു ബുദ്ധി കണ്ടുബുദ്ധി കിഫ്ബി എന്ന് പറയുന്ന പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ വിദേശ കടത്തെ സംസ്ഥാനത്തേക്ക് നേരിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി കിഫ്ബി പോലെയുള്ള പാലങ്ങൾ പദ്ധതികളായി കൊണ്ടുവന്ന് ഈ സംസ്ഥാനത്ത് ജനിച്ചു വീഴുന്ന ഓരോ പ്രിയപ്പെട്ടവരെ നൂറുകണക്കിനായ പ്രവർത്തകർ അദ്ദേഹത്തെ കുടയത്തൂരിൽ സ്വീകരിച്ച് റോഡ് ഷോയും കഴിഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇനി 2 യോഗങ്ങൾ കൂടി, 2 കൺവെൻഷനുകൾ കൂടി അദ്ദേഹത്തിനുണ്ട്. ഞാൻ പറഞ്ഞു വന്ന ഭാഗങ്ങൾ അവസാനിപ്പിക്കാം. 3 പഞ്ചായത്തുകൾ സബ്മിറ്റ് ചെയ്ത പദ്ധതികളെ വലിച്ചെറിഞ്ഞതിന് ശേഷം മരുമകന്റെ കൂട്ടുകാരന്റെ കടലാസ് സംഘടനയ്ക്ക് ഈ നാട്ടിലെ ടൂറിസത്തിന്റെ ഉപഭോഗ വസ്തുവായി അതിന്റെ പാർശ്വ ലാഭത്തെ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ആ സാഹചര്യത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അഴിമതി മടക്കുന്ന കഥ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ശ്രീ റോയ് കെ പൗലോസ് അദ്ദേഹം DTPCയുടെ മെമ്പറായിരുന്ന കാലയളവുണ്ട്. ഹൈഡൽ ടൂറിസവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുള്ള ആളാണ്. പ്രിയപ്പെട്ടവരെ, 30% ലാഭം നിശ്ചിതമാക്കിക്കൊണ്ടല്ലാതെ ഒരു പദ്ധതി പോലും ഇടുക്കി ജില്ലയുടെ പ്രകൃതി അനുഭവിക്കുന്നതിനുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാൻ ഒരു കമ്പനിക്കും ലഭ്യമാക്കിയിട്ടില്ല എന്നിരിക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായി ആരക്കുളം ഉൾപ്പെടുന്ന 3 പഞ്ചായത്തുകളെ പിന്തള്ളിക്കൊണ്ട് കേവലം 3% മാത്രം ലാഭം എന്നുള്ള നിജപ്പെടുത്തി ബേപ്പൂർ കേന്ദ്രമായിട്ടുള്ള കടലാസ് സംഘടനയ്ക്ക് ഈ നാട്ടിലെ പ്രകൃതിയെ ഉപയോഗിച്ച് പാർശ്വവർത്തികൾക്ക് വേണ്ടിയിട്ട്
ധനലാഭമുണ്ടാക്കി അതിന്റെ ഇടയാളാകുവാൻ ഈ നാട്ടിൽ നിന്ന് ക്യാബിനറ്റിൽ പോയ മന്ത്രി തയ്യാറായി എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിന്റെ നിയമസഭയുടെ ശ്രീകോവിലേക്ക് അദ്ദേഹം ഇനി ജനവിധി തേടി കടന്നു ചെല്ലുകയില്ല എന്നുള്ള ആ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ ഉണർത്തിക്കൊണ്ട് സംസാരിക്കുവാൻ ഞാൻ തയ്യാറാകുകയാണ്. ഈ നാട്ടില് ഇടതുപക്ഷത്തിന്റെ സംഭാവന എന്ന് പറയുന്നത് ലഹരിയുടെ ഹബ്ബായി മാറ്റി എന്നുള്ളതാണ്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ MDMA നുണയുന്ന പിള്ളേരായി മാറിയിരിക്കുക. സ്പ്രേ ചെയ്യുന്നത് കുത്തിവെക്കുന്ന ഉൾപ്പെടെ നാക്കിനടിയിടുന്ന ഉൾപ്പെടെ ഈ നാട്ടിൽ സുലഭമായ ലഹരിയുടെ വസ്തുക്കളുടെ പട്ടിക എടുത്താൽ 1 ഡസനിലധികം കിടക്കും. പ്രിയപ്പെട്ടവരെ, ലഹരി വിമുക്തി ഉണ്ടാക്കുവാൻ ലഹരി സപ്ലൈ ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഭാഗങ്ങൾ തന്നെ വകുപ്പ് സ്പോർട്സ് മന്ത്രിയെ ഉപയോഗിച്ച് കോട്ടയോട്ടം നടത്തിയിട്ട് എന്ത് കാര്യമെന്നുള്ള ചോദ്യചിഹ്നം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തണമെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട ശ്രീ റോയി കെ പൗലോസ് താഴെ തലത്തിൽ തൊട്ട് പ്രവർത്തിച്ചു വരുന്ന ജനനേതാവാണ്. പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവും DTPC അംഗവും എല്ലാമായി സ്പൈസസ് ബോർഡ് മെമ്പറും എല്ലാമായി പ്രവർത്തിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും KPCC ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും താഴെക്കടിയിൽ തൊട്ട് പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം ഈ നാടിന്റെ നീറിന്റെ പ്രശ്നങ്ങളെ ഹൃദയത്തിലേറ്റുന്ന സ്ഥാനാർത്ഥിയാണ് എന്ന കാര്യത്തിന് നമുക്ക് തർക്കമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുവാനാണെങ്കിൽ 1 മണിക്കൂർ സംസാരിക്കുവാനുണ്ട്. ഞാൻ കട്ട് ഷോട്ട് ചെയ്യുന്നു. ബഹുമാനായ അദ്ദേഹത്തിന് നിങ്ങളെ സംബോധിക്കാനുണ്ട്. അദ്ദേഹത്തിന് വോട്ടുകൾ നൽകണം. ഐശ്വര്യമുള്ള ഒരു കേരളം, സമാധാന സമ്പന്നമായ ഒരു കേരളം, അതിന് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള 2ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് 9-ാം തീയതി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുവാൻ നിങ്ങളെല്ലാവരും ഓടും പാവും നെയ്ത് മാനസിക ധാർമ്മികമായ ഉത്തരവാദിത്വത്തെ നെഞ്ചിലേറ്റിക്കൊണ്ടു പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.